നമുക്കേ ഈ തൃത്താലയിലെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ ഇപ്പോൾ നേതൃത്വമൊക്കെ ഇടപെടുന്നു എന്ന തൃത്താലയിൽ VT ബൽറാം CV ബാലചന്ദ്രൻ പോരിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. പരസ്യ പ്രതികരണം വേണ്ട എന്നാണ് ഇരു നേതാക്കൾക്കുമുള്ള മുന്നറിയിപ്പ്. തൃത്താലയിൽ കോൺഗ്രസ് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. അനാവശ്യമായ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി പാർട്ടിയുടെ സാധ്യത ഇല്ലാതാക്കരുത് എന്നും മുന്നറിയിപ്പുണ്ട്. അജിത് ബാബു ഉണ്ട് പാലക്കാട് നിന്ന്. അജിത്ത്, ഇന്നിപ്പോൾ രാവിലെ VT ബൽറാം വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു വിഷയം ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇതിലോട്ട് പ്രതികരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അപ്പോൾ ഈ VT ബൽറാം നൂലിൽ കെട്ടിയിറക്കിയ നേതാവാണ്, നേതൃത്വത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെയായിരുന്നു ബാലചന്ദ്രന്റെ പരാമർശമൊക്കെ. ഇപ്പോൾ എങ്ങനെയാണ് നേതൃത്വത്തിന്റെ ഈ വിഷയത്തിലെ ഇടപെടൽ? തീർച്ചയായും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കുറച്ചു കാലമായി കോൺഗ്രസിനുള്ളിൽ തൃത്താലയിൽ നിലനിൽക്കുന്നത്. രണ്ട് വിഭാഗങ്ങളും രണ്ട് ചേരുകളാകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു കുടുംബയോഗത്തിൽ CV ബാലചന്ദ്രൻ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. ധാർഷ്ട്യവും അഹങ്കാരവും കൊണ്ടാണ് കഴിഞ്ഞ തവണ തൃത്താലയിൽ VT ബൽറാം തോറ്റതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ചും ആപ്പിൾ കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും രസമുണ്ട്, പക്ഷെ അതിനകത്ത് വണ്ട് കയറിയാൽ വലിച്ചെറിയുകയല്ലാതെ വഴിയില്ലെന്നുൾപ്പെടെയുള്ള പരാമർശങ്ങൾ നടത്തി. പക്ഷേ ഇതിനോട് VT ബൽറാം പ്രതികരിക്കാൻ തയ്യാറായില്ല. പ്രത്യേകിച്ചും ഒരു ഔദ്യോഗികമായ പ്രതികരണത്തിനോ സ്റ്റേറ്റ്മെൻറ്റിനോ അദ്ദേഹം തയ്യാറായില്ല. പകരം ഈ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ്, സിപ്പ് ലൈനിൽ തൂങ്ങിയാടിപ്പോകുന്ന ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അത്തരത്തിൽ അതിൻ്റെ കമൻറ്റ് ബോക്സുകളൊക്കെ ഇത്തരത്തിൽ ഈ വിഷയമായിരുന്നു. നൂലിൽ കെട്ടി നിറക്കിയ നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ അതിന് പിന്നാലെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടിരിക്കുകയാണ്. ഒരു തരത്തിലും ഇനി പരസ്യ പ്രതികരണങ്ങൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടാവരുതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ വിഷയത്തിൽ തൃത്താല എന്ന് പറയുന്നത് കോൺഗ്രസിന് ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പരസ്യ പ്രതികരണങ്ങൾ നടത്തി അതിൻ്റെ സാധ്യത ഇല്ലാതാക്കരുതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സംസ്ഥാന നേതൃത്വം ഇരു നേതാക്കൾക്കുമായി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഒരു തരത്തിലുള്ള ഗ്രൂപ്പ് യോഗങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ തൃത്താലയിൽ ചേരാൻ പാടില്ല എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ വിഷയം ഇതോടുകൂടി അവസാനിക്കണമെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ താല്പര്യം. കാരണം കേരളത്തിലാകെ കോൺഗ്രസ് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ ജയിച്ച് ഒരു ടീമായി വർക്ക് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് വിരുദ്ധമായി